ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി തേങ്ങ ചേർക്കാതെയുള്ള ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ. നമ്മുടെ ചീര സാമ്പാർ എന്ന് പറയാം. ചീര സാമ്പാർ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കഷ്ണങ്ങളൊന്നുമില്ല, എങ്കിലും ചീര സാമ്പാർ എന്ന് തന്നെ നിങ്ങൾ പറഞ്ഞോളൂ. അപ്പോൾ തേങ്ങ ചേർക്കാതെയുള്ള റെസിപ്പീസ് ചെയ്യാൻ കമൻറ്റ് വരുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ തേങ്ങ ചേർക്കാതെയുള്ള റെസിപ്പീസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ. കുറച്ച് ചീരയും പരിപ്പും തക്കാളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ചൂട് മാറി കഴിഞ്ഞിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ ചേർത്തിട്ട് കഴിക്കുക. ചൂടോടെ കഴിക്കരുത്. ചില റെസിപ്പികൾ ചൂടോടെ കഴിച്ചാൽ ഒട്ടും തന്നെ ടേസ്റ്റ് തോന്നില്ല. പക്ഷേ അതിൻ്റെ നല്ല ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് കഴിച്ചു നോക്കുക. അപ്പോൾ ഈ റെസിപ്പിയൊക്കെ അതിൽ പെടുന്നതാണ്. ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് കഴിക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചീര സാമ്പാർ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ചീര ഇല മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2 പിടി ചീര ഇല കട്ട് ചെയ്തെടുക്കുക. ചീരയുടെ തണ്ട് വേണ്ട. എന്താണെന്ന് വെച്ചാൽ തണ്ട് കുക്കായി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ കറിയാക്കി വരുമ്പോൾ തണ്ട് കുക്കാവില്ല. അതുകൊണ്ട് ഇല മാത്രം 2 പിടി എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് തൂവരപ്പരിപ്പ് എടുക്കുക. തൂവരപ്പരിപ്പാണ് വേവാൻ ഏറ്റവും എളുപ്പം, അതുകൊണ്ടാണ് നമ്മൾ തൂവരപ്പരിപ്പ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്കൊരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി, നിങ്ങൾക്ക് കൂടുതൽ പുളി വേണമെന്നുണ്ടെങ്കിൽ 2 തക്കാളി ചേർക്കാം. പിന്നെ ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചേർക്കുമ്പോൾ പറയാം. ആദ്യം നമുക്ക് ഈ പരിപ്പ് ഒന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കണം. പരിപ്പ് കുക്കായി വരാനായിട്ട് കുക്കറിൽ 1-2 വിസിലെടുക്കുമല്ലോ, അത്രയും സമയം പരിപ്പ് കുക്കായി വരാൻ എടുക്കും. അപ്പോൾ പരിപ്പ് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പരിപ്പൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമ്മളൊരു കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പും അതുപോലെ തന്നെ പരിപ്പ് കുക്കാവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതി. ഒരു കപ്പ് വെള്ളമൊക്കെ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ തക്കാളി ഉണ്ടല്ലോ, തക്കാളി കട്ട് ചെയ്തത്. തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്യുക. പരിപ്പിൻ്റെ കൂടെ കിടന്നിട്ട് കുക്കാവണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വലിപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മുടെ 2 പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി പരിപ്പ് 2 വിസിൽ വരട്ടെ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ സവോളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ചീരയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ സവോള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അതിന് ശേഷം നമുക്ക് വഴറ്റി തുടങ്ങാം. നമ്മുടെ പരിപ്പും തക്കാളിയൊക്കെ 3 വിസിൽ വന്നു. ഞാൻ മാറ്റി വെച്ചു. 3 വിസിൽ എടുത്തു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് 3 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തത്. അപ്പോൾ വേറെ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാണ് ഞാൻ. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റെസിപ്പിക്കൊക്കെ ടേസ്റ്റ് കൂടുതലുണ്ടാവും. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിത്തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും കൂടി കുക്കായി കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവോള ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇനി ഈ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കുറച്ചുപ്പ്. ഇനി സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവോള ഒന്ന് ബ്രൗൺ ഒന്നും ആവേണ്ട, ഒന്ന് കളർ ചേഞ്ചായി തുടങ്ങുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനൊന്ന് വഴറ്റിയെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കാം. ചീര ചേർത്തിട്ട് വെള്ളം ചേർക്കരുത്. ചീരയുടെ ആ ഇലയിലുള്ള വെള്ളം കൊണ്ട് തന്നെ ചീരയൊന്ന് കുക്കായി വരണം. ഒരു 4-5 മിനിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ചീര കുക്കായി വരും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ചീര ഇല മാത്രം എടുക്കുക എന്ന് പറഞ്ഞത്. പിന്നെ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം, ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെയും കഴിക്കാം. അങ്ങനെ പല രീതിയിൽ ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കറിയാണ്. ഞാനിപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ടുള്ള രീതിയിലാണ് എടുക്കുക. ഒരുപാട് ഗ്രേവി ആയിട്ടല്ല, കുറച്ച് ഗ്രേവി ആയിട്ട്. ചീരയില ഒന്ന് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒരുമിച്ചാക്കിയിട്ട്
അടച്ചു വയ്ക്കാം. അപ്പോൾ വേഗം കുക്കായി കിട്ടും. അപ്പോൾ നമ്മൾ ചീര അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റോളമായി. നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിരുന്നു. 1-2 പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുത്തു കേട്ടോ. ഇപ്പോൾ കണ്ടോ ചീരയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇലകൾ കംപ്ലീറ്റ് വാടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി. മുളക് പൊടിയൊന്നും ഞാൻ ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടി നമ്മൾ ചേർക്കുന്നതിന് പകരമാണ് പച്ചമുളക് തക്കാളിയുടെയും പരിപ്പിൻ്റെയും കൂടെ ചേർത്ത് വേവിച്ചത്. അതുകൊണ്ട് മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ഈ സാമ്പാർ പൊടിയിലുള്ള എരിവ് മതി. ഇനി പൊടികളൊന്ന് കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഒരു 1 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊടികൾ നന്നായിട്ട് കുക്കായി വന്നോളും. അപ്പോൾ നമ്മുടെ പരിപ്പും തക്കാളിയും ഉടഞ്ഞിട്ടില്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ പരിപ്പൊക്കെ. അല്ലെങ്കിൽ പരിപ്പ് ഉടയുന്നത് വരെ വേവിക്കുക എന്ന് പറയുന്നതാണ്. പലരുടെയും കയ്യിലുള്ള പരിപ്പിന് പല വേവായിരിക്കും. അതനുസരിച്ച് നിങ്ങൾ പരിപ്പ് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സാമ്പാർ പൊടിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ചൂടുള്ള പാനിലേക്കാണല്ലോ നമ്മൾ ചേർത്തത്. അതുകൊണ്ട് തന്നെ പൊടികൾ വേഗം കുക്കായി വരും. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും തക്കാളിയും പച്ചമുളകും എല്ലാം ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വയ്ക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ കട്ടിയാണ്, തിക്കായി പോവും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ കുക്കറിലേക്ക് തന്നെയാണ് കുറച്ച് വെള്ളം ചേർത്തിട്ട് അത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. തക്കാളി ഉടഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് ഉടച്ചെടുക്കണം. ഒന്നെല്ലാം കുത്തി ഉടച്ച് കറക്റ്റാക്കി എടുക്കുക. ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരിപ്പും തക്കാളിയിൽ ഉപ്പ് ചേർത്തിരുന്നു, സവോളയിൽ ഉപ്പ് ചേർത്തിരുന്നു, ചീരയിലേക്ക് മാത്രം ഉപ്പ് ചേർത്തില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതൊന്ന് പിടിച്ചു വന്നിട്ട് ഉപ്പ് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ചീരയിലേക്ക് ഉപ്പ് ചേർക്കാതിരുന്നത്. ഈ തക്കാളിയുടെ തൊലിയൊക്കെ എടുത്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം കേട്ടോ. നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യട്ടെ. അപ്പോൾ തേങ്ങ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ തേങ്ങ അരച്ച് ചേർക്കാം. നമ്മളിപ്പോൾ തേങ്ങ ചേർക്കാതെയാണ് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. നിങ്ങൾക്ക് തേങ്ങ ചേർക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങയും കുറച്ച് ജീരകവും മാത്രം, ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങയും 1/4 ടീസ്പൂൺ നല്ല ജീരകവും മാത്രം അരച്ചിട്ട് ഇതിലേക്ക് ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് കുറവാണ്. ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇത് വീണ്ടും കുറുകി വരും കേട്ടോ. പരിപ്പായതുകൊണ്ട് തന്നെ വീണ്ടും കുറുകി വരും. അതുകൊണ്ട് നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി വറവിടുക അങ്ങനെയുള്ള പരിപാടികളൊന്നും വേണ്ട. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഈസി റെസിപ്പി, തേങ്ങ ചേർക്കാതെയുള്ള റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു പിഞ്ച് കായപ്പൊടിയാണ്. കായത്തിൻ്റെ ഒരു ഫ്ലേവറും കൂടി വരുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവർ വരും. ഇതിപ്പോൾ നിങ്ങൾക്ക് ചീര സാമ്പാർ എന്ന് വേണമെങ്കിൽ പറയാം, ചീര കറി എന്ന് വേണമെങ്കിലും പറയാം. 2 രീതിയിലും പറയാവുന്ന ഒരു കറിയാണ്. ഞാനിപ്പോൾ ചീര കറി എന്ന് പറയുന്നേ ഉള്ളൂ. ചീര സാമ്പാറായിട്ട് നമുക്ക് കൂട്ടാം. എന്താണെന്ന് വെച്ചാൽ സാമ്പാറിൽ ചേർക്കുന്ന സാമ്പാർ പൊടിയും കായവും നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ പരിപ്പുണ്ട്, തക്കാളി ഉണ്ട്. അപ്പോൾ ചീര സാമ്പാറായിട്ടും കൂട്ടാം. തേങ്ങ അരയ്ക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വേറെ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത ചീര സാമ്പാർ അങ്ങനെയും കണക്കാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്കിതിനെ വിളിക്കാം. അപ്പോൾ തിളച്ച് കുറുകി വരുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി തിളയ്ക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യും. ഒരുപാട് തിളവന്ന് വല്ലാണ്ട് കട്ടിയായി പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ ഒന്നുകൂടി തിളയ്ക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യും എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയും മതി. അപ്പോൾ കായം ഓപ്ഷണലാണ്. കായത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.